ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 53 ധേനുക അസുരവധമാണ്. ഭഗവാൻ അവതരിച്ചത് തന്നെ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. ഭൂമിദേവി ബ്രഹ്മാവിനോട് നിന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞപ്പോൾ അവിടുന്ന് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് നാരായണനോട് അഭ്യർത്ഥന നടത്തി. അങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് ഇവിടെ അവതരിക്കുന്നത്. അപ്പോൾ നാരായണൻ അത് എന്തിനാ? ലോക നന്മയ്ക്ക് വേണ്ടി, ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, ഹനിക്കാൻ, വധിക്കാൻ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്കും, ഭാര്യയെ കൊണ്ട് ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷമങ്ങളേ ഉള്ളൂ. തെറ്റുകൾ കൂടുതൽ ചെയ്യുമ്പോൾ എന്ത് വേണം? ഒഴിഞ്ഞു മാറിക്കളയണം. കാരണം ആത്മഹത്യക്കൊന്നും പോകാതെ. കാരണം ഒരുപാട് കുട്ടികൾ സ്വന്തമായി മരിക്കുന്നു, അല്ല അടിച്ചു കൊല്ലുന്നു. ഏതെല്ലാം രീതിയിലാണ് ലോകം നശിക്കുന്നത്. ഇപ്പോൾ ആർക്കും ഒരു ചോദ്യം ചെയ്യാൻ പോലും ഒക്കാത്തൊരവസ്ഥയിൽ അങ്ങ് വർദ്ധിച്ചു പോയി ഇങ്ങനെ. കാരണം ഗവൺമെൻറ് പോലും ഇതിന് പരിഹാരം കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി വെള്ളം അടിച്ചിട്ടൊക്കെ എല്ലാ ഭർത്താക്കന്മാരുടെ കാര്യമല്ല ഞാനാ പറയുന്നത്. ഒരുപാട് പേർക്ക് വിവാഹം കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്നീ ബന്ധം ഒഴിയുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വന്ന് അനുഭവിക്കുന്നു. വിഷമങ്ങൾ, മരണങ്ങൾ ഒരുപാട് വരുന്നു. ഇതെല്ലാം അങ്ങനൊരു കാലം ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഭൂമിദേവി ചെന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അങ്ങനെ കുറേ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചു. അതിലൊന്ന് ഇനിയിപ്പോൾ ധേനുക അസുരവധം. അത് നമുക്ക് വായിക്കാം. ദശകം 53 ധേനുക അസുരവധം. ശ്ലോകം 1 വായിക്കാം. ആദിത്യ ബാല്യം ജഗദാംബദേ ത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ വത്സാ അവനം ഉത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായ. ആദിത്യ ബാല്യം ജഗദാംബദേ ത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ വത്സാവനം ഉത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായ. ഇവിടെ ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ ലോകനാഥ നാരായണ ഗുരുവായൂരപ്പ, അങ്ങ് ബാല്യം പിന്നിട്ട് പൗഗണ്ഡ പ്രായത്തിലേക്ക് കടന്നപ്പോൾ പൈക്കിടാങ്ങളുടെ രക്ഷ വിട്ട് ഗോക്കളെ രക്ഷിക്കുന്നതിൽ, അതായത് ഭഗവാൻ ആ വെറും കുഞ്ഞായിരുന്ന സമയത്ത് പശു കുട്ടികളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പൈക്കിടാങ്ങളുടെ രക്ഷ വിട്ടിട്ട് ഗോക്കളെ, അത് മുതിർന്ന പശുക്കളെ രക്ഷിക്കുന്നതിൽ ഉത്സാഹത്തോടെ ഏർപ്പെട്ടു. അതായത് പൗഗണ്ഡ പ്രായത്തിലേക്ക് കടന്നപ്പോൾ, അതായത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കാലഘട്ടം പൗഗണ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഭഗവാൻ അങ്ങനെ മുതിർന്ന പശുക്കളെ രക്ഷിക്കുന്നതിൽ ഉത്സാഹത്തോടെ ഏർപ്പെട്ടു ഭഗവാൻ. ശ്ലോകം 2. ഉപക്രമസ്യാനുഗുണൈവ സേയം മരൽപുരാധീശ തവ പ്രവൃത്തി ഗോത്രാ പരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരപദ സ്തദായൽ. ഉപക്രമസ്യാനുഗുണൈവ സേയം മരൽപുരാധീശ തവ പ്രവൃത്തി ഗോത്രാ പരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരപദ സ്തദായൽ. ഇവിടെ ഗോത്ര എന്ന് പറയുന്ന ശബ്ദത്തിന് ഗോത്ര പരിത്രാണ ഹൃദയ അവതീർണ എന്ന്. ആ ഗോത്ര എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഭൂമി എന്നും ഗോസമൂഹമെന്നും അർത്ഥമുണ്ട്. ഗോസമൂഹ പശുക്കൂട്ടങ്ങൾ അങ്ങനെയുണ്ട്. അത് ഭൂമിക്കും അങ്ങനെ ഗോത്ര എന്ന് പറയും. ഭഗവാൻ ഗോത്ര പരിത്രാണത്തിനാണല്ലോ അവതരിച്ചത്. അത് ഭൂമിയെ രക്ഷിക്കാൻ. ഭൂമിദേവി പറഞ്ഞു കരഞ്ഞതനുസരിച്ച് ഭൂമിദേവിയുടെ കഷ്ടപ്പാടുകളും ദുഃഖവും നീക്കി അതിനെ ത്രാണനം ചെയ്യുന്നത്, അത് രക്ഷ ചെയ്യുന്നതിനാണല്ലോ ഭഗവാൻ അവതാരം എടുത്തത്. ദുഷ്ടന്മാരുടെ പീഡനം സഹിക്കാതെ വന്നപ്പോഴാണല്ലോ ബ്രഹ്മാവിനെ മുൻനിർത്തി ഭൂമിദേവി രക്ഷയ്ക്കായി അഭ്യർത്ഥിച്ചത്. അതുപ്രകാരമാണ് ഭഗവാൻ നാരായണൻ ഇവിടെ കൃഷ്ണനായി അവതരിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഇന്നും ഇതുപോലെയുള്ള ദുരിതങ്ങളും വിഷമങ്ങളും ഇപ്പോൾ അധികരിച്ചിരിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ ഓരോ കുടുംബത്തിനും ഉണ്ട്. ഒന്നീ ഭാര്യ ഭർത്താവിനോട് പറ്റുന്നില്ല, അതല്ലെങ്കിൽ
കാരണം അസുരന്മാരും ദേവന്മാരുമായിട്ട് എപ്പോഴും കണ്ടാലുടനെ യുദ്ധമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഒരു അസുര സ്വഭാവമുള്ളതും ഒരു ദൈവിക സ്വഭാവമുള്ള സ്ത്രീയും പുരുഷനാണെങ്കിൽ എങ്ങനെ ആയാലും അവിടെ അദ്ദേഹം ഭർത്താവ് ചെയ്യുന്ന ഭാര്യയ്ക്കും ഇഷ്ടപ്പെടത്തില്ല, ഭാര്യ ചെയ്യുന്ന ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. രണ്ടും ഒന്നുമില്ല. അതാണ് ദേവാസുര യുദ്ധം പോലെ തന്നെയാണ് വീടുകളിൽ നടക്കുന്നതല്ല. അപ്പോൾ ഒന്നി നമ്മൾ ഒഴിഞ്ഞു മാറുക, അതല്ലെങ്കിൽ എന്ത് വരും, മരണത്തിൽ ചെന്ന് കലാശിക്കും. ഇതുപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പിന്നെ ഭഗവാൻ ഇവിടെ പീഡനം ഭൂമിക്ക് സഹിക്കവയ്യാത്ത പീഡനം കൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ്. കാരണം ഈ അസുരന്മാരെ കൊണ്ട് ഭക്തന്മാർക്ക് ആർക്കും, ഇവിടെ ഭക്തന്മാരെയാണ് ഉപദ്രവിക്കുന്നത് എപ്പോഴും അസുരന്മാർ. ഇന്ന് ഈ ലോകത്ത് കാണുന്നു അങ്ങനെയാണ്. കാരണം ഒരുപാട് സ്ത്രീകൾ, ഭക്തിയുള്ള സ്ത്രീകൾ കാണും, അവർ വേണ്ട വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറും, പോട്ടെ പോട്ടേന്ന്. അതനുസരിച്ച് ഭർത്താക്കന്മാർ വെള്ളമൊക്കെ അടിച്ചിട്ട് പോയിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഒന്നീ അത് വയ്യാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി, ബന്ധം ഒഴിഞ്ഞു മാറുക. കാരണം ജീവൻ്റെ രക്ഷയാണല്ലോ അത്യാവശ്യം. നമുക്ക് അങ്ങനെ മരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടിയാണോ നമ്മൾ ജനിക്കുന്നത്? മരണം ഒന്നിനും പരിഹാരമല്ല. നമ്മൾ ഒന്നീ ഒഴിഞ്ഞു മാറുക, ഇല്ലെങ്കിൽ എതിർത്ത് നിൽക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക, അതാണ് നല്ലത്. ഇത് ചില സ്ത്രീകൾ ഭർത്താക്കന്മാരും പാവപ്പെട്ട പുരുഷന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഇരുകൂട്ടരിലും ഉണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ ഇതേ ചൊല്ലിയാണ് ഇത് ഭഗവാൻ ഇവിടെ അവതരിച്ചത് നമ്മൾ ഓർക്കണം. ഇതുപോലുള്ള പ്രവൃത്തികൾ പണ്ടുണ്ടായിരുന്ന ആ സമയത്ത് അത്രമാത്രം വേദന ഭഗവാനുടെയൊക്കെ ചെന്ന് ഈ ജനങ്ങളുടെ സാധുവായ ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം, അതാണ് ഭൂമിദേവി എന്ന് പറയുന്നത്. ആ വിഷമം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവതരിച്ചത്. ഇന്നും ലോകത്ത് അന്നത്തെക്കാൾ ഉപരിയാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. എത്രമാത്രം മരണങ്ങളാണ്, കുട്ടികളും അത് വെറും നിസ്സാരപ്പെട്ട ഒരു കുറ്റവും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ വരെയാണ് കൊന്ന് തള്ളുന്നത്. ഏതെല്ലാം രീതിയിലാണെന്ന് ലോകം അത്രമാത്രം നാണം കെട്ടൊരു നശിപ്പായിപ്പോയി, നാണക്കേടാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം, നല്ല പാമ്പിനെ പോലെ ബുദ്ധി വേണമെന്നാണ് പറയുന്നത്. നല്ല ബുദ്ധി വേണം. നമ്മൾ കഴുതകളെ പോലെ ആയി പോകരുത്. അങ്ങനെ കഴുതയ്ക്ക് തുല്യമായി ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം മരണത്തിലേക്ക്, എല്ലാവർക്കും എന്തും നമ്മളെ ചെയ്യാൻ പറ്റുന്നത്. അബലകളായ സ്ത്രീകളെ കൂടുതലും ഉപദ്രവിക്കുന്ന എന്താ? നിന്ന് പൊരുതാൻ ത്രാണില്ല, സ്വന്തം കാലിൽ നിൽക്കുന്ന. അതുകൊണ്ടാണ് രക്ഷാകർത്താക്കൾ പറഞ്ഞ് പുരുഷനും സ്ത്രീയും എല്ലാം സ്വന്തം കാലിൽ നിൽക്കണം, ഒരു തൊഴിൽ വേണം. കാരണം ആരും ഇല്ലെങ്കിലും ജീവിക്കാൻ ഒരു തൊഴിൽ നമുക്ക് വേണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. ഒരു ഭർത്താവിൻ്റെ അടിമയെ പോലെ കിടന്ന് അവരുടെ ചവിട്ട് കൊള്ളുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്നതിൽ പട്ടിണിയായി പോകും. അതുകൊണ്ടാണ് അവർക്ക് കൂടുതലും വെള്ളം അടിച്ചിട്ട് ചവിട്ടാനുള്ള തലയിൽ കയറി നിരങ്ങുന്ന സ്വഭാവം. നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് കുറച്ച് ചുരുക്കി പറയുന്നത് തന്നെ തെറ്റാണ്. എല്ലാം മുഴിപ്പിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ബാക്കി പറയാൻ സമയം കാണത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം മക്കൾമാർ മനസ്സിലാക്കണം. നമുക്ക് ഒരു ഭക്തൻ എങ്ങനെ കഴിയണം, ഒരു ഭക്തനായാലും ഒരു ഭക്തയായാലും നമുക്ക് ഒക്കത്തില്ലയോ നമ്മൾ ഒഴിഞ്ഞു മാർഗാതെ. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഞാൻ പറയുന്നത്, ആരെയും പക്ഷപാതം ചൊല്ലിയല്ല പറയുന്നത്. പുരുഷനും വിഷമങ്ങളുണ്ട്, സ്ത്രീക്കും വിഷമങ്ങളുണ്ട്. ഇരുകൂട്ടരും മനസ്സിലാക്കി ഒഴിഞ്ഞു മാറുകയാണ് നല്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവന് എത്രയോ ഭർത്താക്കന്മാരെ ഉപദ്രവിച്ചിട്ട് കാമുകനുമായിട്ട് ഒളിച്ചോടുന്ന, ചിരവയ്ക്ക് അടിച്ചു കൊല്ലുന്ന, ഏതെല്ലാം രീതി പുരുഷന്മാരെ കൊല്ലുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഭൂമിദേവിക്ക് തന്നെ സങ്കടം. മാതാവല്ലേ ദേവി, അവർ കാണണ്ടേ ഈ ദുഃഖങ്ങളെല്ലാം, നിരപരാധികളെ കൊല്ലുന്നതൊക്കെ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അന്നിങ്ങനെ അവതരിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കണം? ഭഗവാനെ, ഇന്ന് അതിനേക്കാൾ ഉപരി ആയിപ്പോകുന്നു, ഈ ലോകം നശിക്കുന്നു, നമ്മുടെ ഇനി വരുന്ന തലമുറ കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിയും? നമുക്ക് വിശ്വാസമുണ്ടോ? എങ്ങോട്ടെങ്കിലും ഒന്ന് വിടാനോ സ്കൂളിൽ വിടാനോ ഒന്നിനും ഒരു വിശ്വാസമുണ്ടോ? ഇന്ന് ലോകം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഭഗവാൻ ഇവിടെ ദുഷ്ടന്മാരുടെ പീഡനം സഹിക്കാതെ വന്നപ്പോഴാണല്ലോ ബ്രഹ്മാവിനെ മുൻനിർത്തി ഭൂമിദേവി രക്ഷയ്ക്കായി അഭ്യർത്ഥിച്ചത്. അത് പ്രകാരമാണ് ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.